ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ മേക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. യെസ്, നമ്മൾ ഓരോ റീല് ചെയ്യുമ്പോഴും നമ്മൾ ഓരോരോ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഷൂട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ക്യാരക്ടറുകളെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കിയാണ്. ഈ ഒരു സംഭവം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലെ. ഇങ്ങനത്തെ ക്യാരക്ടറുകളൊന്നും നമ്മുടെ റീലില നമ്മുടെ ഷോർട്സിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഷൂട്ടും അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ക്യാരക്ടറും അതെങ്ങനെ മേക്ക് ചെയ്യുന്നു എല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കാണാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ, അതായത് എന്റെ ക്യാരക്ടർ അമ്മൂട്ടി, എന്റെ ക്യാരക്ടർ ഒരു വയസ്സൻ മൂപ്പരാണ്. അതായത് വയസ്സനായിട്ടുള്ള ഒരു അപ്പാപ്പന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. തന്ത വൈബിനേക്കാളും അപ്പുറം. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിൽ ഒരു കുറച്ച് മേക്ക് ഓവർ നടത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഞാൻ കൊണ്ടുവരണം? കോസ്റ്റ്യൂം ചേഞ്ച് ആക്കണം, പിന്നെ ലുക്ക് മാറ്റണം. ലുക്ക് മീൻസ് വയറൊക്കെ ഹെയർ സ്റ്റൈൽ, പിന്നെ കുറച്ച് നരയൊക്കെ വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ചുളിഞ്ഞ മുഖം അതൊരിക്കലും വരില്ല, കാരണം എന്റെ പിന്നെ വയറ് വേണം. വയറ് നിനക്ക് ഉണ്ടല്ലോ ആവശ്യത്തിന്. ഇതുപോലെ കുറച്ചുകൂടെ വേണം. എന്നാ പിന്നെ നീ ഒരു തലയണ വെക്കാം. തലയണ വേണ്ട, അത് മറ്റേ ക്രിസ്മസ് അപ്പൂപ്പയായി പോകും. നമുക്കത് വേണ്ട, നമുക്ക് നോർമൽ വയറും ആ ഒരു ക്യാരക്ടറാണ് പിടിക്കേണ്ടത്. പിന്നെ അമ്മൂരി ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സായിട്ടുള്ള ഒരു ലേഡിയാണ്, ബട്ട് കുറച്ചുകൂടെ ജെന്റിൽ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം അതെ, അത് നേരായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേന് കുറെ നാളിന് ശേഷം നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സാധനമാണ്, ക്രഷ് സാധനമാണ്. കഥകൾ അധികം പറയുന്നില്ല. കഥകൾ നിങ്ങൾക്ക് കഥകൾ നിങ്ങൾ റീലിൽ തന്നെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഷോർട്സിനകത്ത് കണ്ടാൽ മതി. അപ്പം അത് നമ്മളിപ്പോ നമ്മൾ ക്യാരക്ടറിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ നേരെ നമുക്ക് മേക്കപ്പ്. അപ്പൊ ഇനിയിപ്പോ വയസ്സൻ മൂപ്പരാവാൻ വേണ്ടിയിട്ടുള്ള മേക്ക് ഓവറിലേക്കാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ആക്കി വയറൊക്കെ തള്ളിച്ച്. ഓക്കെ, തുടങ്ങിക്കോ. കുറച്ച് പ്രായം കൂടിയത് വേണോ? ഒരു നോർമൽ ഒരു 60-65 മുകളില് ഏജ് തോന്നിക്കണം. എന്നാ നമുക്ക് പെയിന്റ് അടിച്ചാലോ? ഇതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അവസാനം ഞാൻ നോക്കും. ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ കിട്ടിയില്ലെങ്കിൽ തീർന്നു പോകാം. നീ അതുപോലെ നിക്കണം. അപ്പൊ ദാ മേക്ക് ഓവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. ഞാൻ ഒരാളെ മേക്കപ്പിന് വേണ്ടി അവസാനം മേക്കപ്പ് ചെയ്ത് ഇത് എന്താന്ന് എനിക്കാനും തിരിയാൻ മേലാത്ത അവസ്ഥയെ അവസാനം ഞാൻ തന്നെ സ്വയം അങ്ങേറ്റ് എടുത്തു കേട്ടോ. മേക്കപ്പ് കാണിച്ചേ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ട് തൊണ്ടന്മാർക്ക് ഈഗ അടിക്കുമോന്ന് ഡൗട്ട് ഉണ്ട്. അത്രയും സുന്ദരനായ തൊണ്ടൻ എവിടെ കിട്ടുമല്ലേ? ഓക്കെ ഗൈസ്, നോക്കിക്കോളൂ. ഇതാണ് എന്റെ അപ്പാപ്പൻ ലുക്ക്. ഈ ഒരു ലുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റോറിയിലേക്ക് പോകുന്നത്. നമ്മൾ പൗഡറൊക്കെയാണ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ബാക്കിൽ നിൽപ്പുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ അധികം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് അതെ, അതിന് മുന്നേ നമുക്ക് സ്റ്റോറി ചെയ്ത് തീർക്കണം. എന്റെ ഷോട്ടുകൾ മുഴുവൻ ആദ്യമേ എടുത്ത് തീർക്കണം, ആൾക്കാർ വരുന്നതിന് മുന്നേ. അതിനുശേഷം അമ്മുവിന്റെ ഷോട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ ക്യാരക്ടർ പൂർണ്ണമാണെങ്കിൽ ഈ ഒരു സാധനം കൂടെ വെക്കണം കേട്ടോ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വയർ ഓക്കെ. അപ്പാപ്പന്റെ പേരെന്താ? എന്റെ പേര് ജോസഫ് കുട്ടി. പിലിപ്പച്ചായൻ എന്നാണോ? പിലിപ്പ് മനസ്സിലായല്ലേ? സൗണ്ട് ഈ സൗണ്ട് വേണം, കുറച്ചുകൂടെ ഗാംഭീര്യം വേണം. അത്ര വേണോ? കുറച്ചുകൂടെ ആ സാധനം വേണം. എങ്ങനെയാണ് ഇത്? ഓക്കെ, അത് ഞാൻ ഇട്ടോളാം കേട്ടോ. അപ്പൊ ഇതാണ് അപ്പാപ്പന്റെ ലുക്ക്, കണ്ടോ? ഈ അപ്പാപ്പൻ വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പാപ്പനെ കാണാൻ പുറകിൽ ഒരാള്. അയ്യോ, അപ്പാപ്പന്റെ ക്രഷ് ബാക്ക് ചെയ്ത് ചിരിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്ന ആൾക്കാർ വരുന്നതിന് മുന്നേ റെഡി? യെസ്. ഓക്കെ, തുടങ്ങാം. ഓക്കെ. ഇതാ കുത്തിക്കും. അപ്പൊ ഗൈസ്, ഇതാ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞില്ല കേട്ടോ.
എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മൾ നിൽക്കുമ്പോഴത്തേന് ഇച്ചിരി സീനാണ്. കാരണം ആൾക്കാർ പോകുമ്പോഴത്തേന് അവർ നോക്കും, എന്താണ് ചോദിക്കുന്നത്, നമുക്കൊരു ചമ്മലുണ്ടാവുമല്ലോ. പിന്നെ നമുക്കതില്ലാത്തതുകൊണ്ട് പിന്നെ വിഷയമില്ല, നമ്മളത് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ ഒരു സ്റ്റിക്ക് തന്നു, അത് അമ്മച്ചി കൊണ്ട് തന്നെയാണ്. ഇതുകൂടെ വെച്ചാൽ ഒറിജിനാലിറ്റി കിട്ടുവോളെന്ന് പറഞ്ഞ് തന്നപ്പോഴത്തേന് ഓക്കെ സത്യമാണ്. അപ്പൂപ്പനുള്ള കണ്ണാടി, ഇത്ര കാര്യങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേന് ആ ക്യാരക്ടർ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റി. നമുക്ക് അഭിനയിക്കുമ്പോഴത്തേന് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേന് കറക്റ്റായിട്ട് നമുക്ക് ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റും. പക്ഷേ ഇത് എത്രത്തോളം വർക്കൗട്ട് ആയെന്ന് നമുക്കറിയത്തില്ല, അതെല്ലാം നിങ്ങൾ തന്നെയാണ് പറയണം. നമ്മൾ റീലൊക്കെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ, നിങ്ങൾ കയറി കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ സീൻസ് കഴിഞ്ഞു. ഇനി അമ്മുവിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഈ കോസ്റ്റ്യൂം മാറി നിൽക്കണം. അപ്പം അതുകൊണ്ട് ഇനി അമ്മുവിനെ ഓൾഡ് ലേഡി ആക്കാൻ വേണ്ടി പോവാണ്. അപ്പം അമ്മു റെഡി ആയിട്ട് വരട്ടെ. ഓൾഡ് ലേഡി ആയിട്ട് അമ്മൂട്ടി വരുന്നുണ്ട്. ഭയങ്കര തണുപ്പ് മോനെ. ഇത്രയും ഓൾഡ് ക്ഷയം പിടിച്ച അസുഖമുള്ള ലേഡി അല്ല, നീ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പം ആ ഒരു നിനക്ക് ഉണ്ടാവണം. ഓക്കെ, ഇതാണ് അമ്മൂട്ടിയുടെ അപ്പിയറൻസ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കോലത്തിലാണ്, മുടിയൊക്കെ നരച്ചിട്ടുണ്ട് കേട്ടോ, വെയിൽ കാരണം നമുക്ക് കാണാത്തതാണ്. അപ്പം വാ തുടങ്ങാം. ഗൈസ്, ഞാൻ ഈ കോലത്തിൽ തന്നെയാണ് കേട്ടോ, ഈ കോലത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ കോലത്തിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കണം അല്ലേ? ഓക്കെ, കാണുന്നുണ്ട് ഇവിടെ നരയൊന്നും വെയിലായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആരും കാണുന്നില്ലല്ലോ. തുടങ്ങാം നമുക്ക്. ഗൈസ്, നമ്മളെ ഈ ഒരു റീല് ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യെസ് അല്ലേ? ഇത് വളരെ രസകരമായിട്ടുള്ള സാധനമാണ്. പക്ഷെ ഞങ്ങൾ പറയും രസകരമാണ്, പക്ഷെ പറയേണ്ടത് നിങ്ങളാണ്. അതെ, ബാക്കിയുള്ളവരും കൂടെ പറയണ്ടേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് വന്നത്. അപ്പം അത് ശരിക്കും കാണണമെങ്കിൽ നമ്മുടെ അല്ലേ മെയിനായിട്ട് കാണണം കേട്ടോ. അപ്പം അതാണ് അതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. അപ്പം അതിന് സംഭവം അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. അമ്മച്ചി ഇവിടുന്ന് നമ്മൾ അഭിനയിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കും, ഇവിടുന്ന് ഫുൾ കാണിയാ. എന്നിട്ട് ഓരോ സജഷൻ പറഞ്ഞു തരും, അത് ഇങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞ് ഓരോ സജഷൻ പറയും. ഇപ്പൊ രണ്ടാമത് നമ്മുടെ ഷോട്ട് ചെയ്യുമ്പോഴത്തേന് അമ്മച്ചി വന്ന് നോക്കി, പക്ഷെ കണ്ടില്ല. അപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞു ടെറഫിക് ആയിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്തായിരുന്നു. അതിപ്പോ അത് കാണാൻ പറ്റില്ല അമ്മച്ചീനെ. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. യെസ് ഗൈസ്, സോ കണ്ടില്ല, ഞങ്ങൾ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ബന്തെടുക്കുക എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നമ്മൾക്ക് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ബസ് അന്വേഷിച്ച് വന്നപ്പോഴത്തേന് നമുക്ക് കിട്ടി കേട്ടോ. അക്ഷയ എന്നാണ് കേട്ടോ ഈ ഒരു ബസ്സിൻ്റെ പേര്. അപ്പം ഇവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോഴത്തേന് അവർ നമ്മളോട് എടുത്തോളാനൊക്കെ പറഞ്ഞു. അതെ, അപ്പോൾ നല്ല സപ്പോർട്ടായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ബസ്സിലെ കിളിയാകുന്നു. അപ്പം ഞങ്ങളുടെ ക്യാരക്ടർ ഇതിനകത്ത് കിളിയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങാം. ഓക്കെ, ആദ്യം ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആക്ടേഴ്സ് അല്ലേ, നമ്മൾ ആക്ടേഴ്സ് എന്തിനു ചമ്മണം അല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങാം. മൈക്ക് വരും. അപ്പൊ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകട്ടോ. ഓക്കെ, റെഡി? അപ്പൊ നമ്മുടെ ഷൂട്ട് അവസാനിച്ചു കേട്ടോ. വളരെ സന്തോഷത്തിൽ, കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നമുക്ക് കിട്ടി കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾക്ക് ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബസ്സിനകത്തായിരുന്നു ഈ ഒരു ഷൂട്ട് കിട്ടേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അമ്മൂട്ടിക്കും ഭയങ്കര ഹാപ്പി ആയി തോന്നുന്നു. പെണ്ണായി ഞാനും അഭിനയിച്ചിരിക്കുകയാണ്. ഈ കഥ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈ ഒരു സീൻ കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. കോസ്റ്റ്യൂം കണ്ടക്ടറുടെ ഇതാണ്. ഓക്കെ, പക്ഷേ അല്ല, കോസ്റ്റ്യൂം കണ്ടക്ടറിന്റെ ഒരു കോലമാണ്, പക്ഷെ കിളിയാണ് കേട്ടോ. കിളിയുടെ ലുക്ക് കാരണം എന്ന് വെച്ചാൽ അതിന് ഒരു കാര്യമുണ്ട്, അത് ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്നാ പറയാ, നമ്മൾ ഇറങ്ങി തിരിക്കേണ്ട കാര്യമുള്ളൂ. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൂടെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്ത് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലത്തെ കിടിലം വീഡിയോസ് ഒക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഷൂട്ടിന് പോകുന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് കാണുന്ന കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓരോ വീഡിയോയിലും കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡിലെ ബസ്സുകളുടെ ഒരു ലുക്കാണ് കേട്ടോ. അടിപൊളി, നല്ല രസമാണ്. കാസർഗോഡിലെ ബസ്സിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അക്ഷയ എന്ന് പറഞ്ഞൊരു ബസ്സാണ്. കാസർഗോഡ് ബന്തെടുക്ക റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സാണ് കേട്ടോ. ആ ബസ്സിലാണ് ഇപ്പം നമ്മളുള്ളത്. അവിടെയാണ് നമ്മുടെ ഈ ഷൂട്ട് നടക്കുന്നത്. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ റീലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാ പേജും നമ്മുടെ ഷോർട്സും ഒക്കെ കയറി കാണുക കേട്ടോ. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ഇതുപോലെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന മോർ അപ്ഡേഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.